അന്ന് രാവിലെ നടന്ന ദായി മീറ്റിംഗിൽ വെച്ച് സലഫി പ്രഖ്യാപിച്ചു 5ഓളം തെറ്റുകൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. എം മദനി പറഞ്ഞു പലയിടത്തും, ഇതാ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി തരണം. സമ്മേളനത്തിൽ പുതിയ എഡിഷൻ ഇറക്കാൻ പോകുന്നുണ്ട്, ആർക്കും തെറ്റ് ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ 38 പേർ ഒപ്പിട്ടുകൊണ്ട് ഒരു പരാതി എഴുതി കൊടുത്തു. അപ്പൊ എന്താണ്ടായത്? 38 പോത്തുകൾ. ആര്? ജാമിയയിൽ നിന്ന് വലിയക്കം ശമ്പളം വാങ്ങുന്ന ഒരു ബാക്കവി, അയാളിപ്പോ അവിടുത്തെ ആസ്ഥാന മുഹദ്ദിസ. അയാൾ പറയാണ് 38 പോത്തുകൾ 2 സ്ഥലത്ത്, 38 വിഡ്ഢികൾ. അതുകൊണ്ട് ഇപ്പൊ എല്ലാ യോഗത്തിനും ഇപ്പൊ അയാൾക്ക് സീറ്റാ. KJU ആദർശ വിശദീകരണം കാര്യമായിട്ട് നടത്തണം മൂപ്പര. ആരെ പറ്റിയാ പോത്തെന്ന് വിളിച്ചത്? അബ്ദുൽ സുല്ലമി യാമയൂർ 1ാമത്തെ പോത്ത്, സുഹൈർ ചുങ്കത്തറ 2ാമത്തെ പോത്ത്, അബൂബക്കർ സലഫി 3ാമത്തെ പോത്ത്. നിങ്ങൾ ഈ അങ്ങാടി കേട്ടിട്ടുള്ള പോത്ത് എന്ന് വിളിക്കല്? ജംഇയ്യത്തുൽ ഉലമ എന്ന പരിപാവനമായ സംഘടനയുടെ സ്റ്റേജിൽ കയറിച്ച് 3 സ്ഥലത്ത് ഇയാൾ പറഞ്ഞപ്പോ പിന്നെ എല്ലാ വിശദീകരണത്തിനും ഇയാൾക്ക് സീറ്റ്. അയാൾ ആസ്ഥാന മുഹദ്ദിസായി മാറി. എപ്പൊ തെറി പറയലാണോ നിങ്ങൾ യോഗ്യത തന്നെ? എന്നിട്ട് അയാൾ പറയാണ് അതിലൊരു പോത്തിന്റെ മോനാണ്. നോക്കണം നിങ്ങൾ. അപ്പൊ സദസ്സെന്ന് ആലോചിച്ചു, അപ്പൊ നിങ്ങളോ ഇത്ര അതപ്പതിച്ചു പോയോ ജംഇയ്യത്തുൽ ഉലമ ഇയാളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ? മാത്രല്ല 38 പേർ കത്ത് കൊടുത്തതില് അബ്ദുറഹ്മാൻ സലഫിയുടെ കോക്കസ് പ്രവർത്തനം ഈ പുസ്തകം ഇറക്കുന്നതിലും നടന്നിട്ടുണ്ടെന്ന് അവരെഴുതിയിരുന്നു. അപ്പൊ കത്ത് കൊണ്ടുപോയി കൊടുത്ത ഷാഫിയെ ഒറ്റക്ക് വിളിപ്പിച്ചിട്ട് CD ടവറിൽ വെച്ച് ഭീഷണി, പല്ലടിച്ച് കൊയ്ക്കുന്നതാണ് സലഫി. എന്നിട്ട് എം മദനി ന്യായീകരിക്കുക. എന്താണ്? ഷാഫി വല്ലാതെ കടന്ന് സംസാരിച്ചു. അപ്പൊ പിന്നെ സലഫിയും വിട്ടുകൊടുത്തില്ല. ഏയ് മദനി, നിങ്ങളൊന്നും ഇങ്ങനെ ആകാൻ പാടില്ല. നിങ്ങളെ സലഫി ജാമ്യന്ന് പുറത്താക്കിയിട്ട് നിങ്ങൾ ഇവിടെ പലയിടത്തും കരഞ്ഞിട്ടില്ലേ? ഇയാൾ എത്രയോട് കരഞ്ഞു, ഓനെ കൊണ്ട് ഞാൻ അവിടുന്ന് പോരേണ്ടി വന്നു. ഇപ്പൊ അയാൾ പറയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ അല്ല. ഖത്തറിന്ന് ഒരാൾ വിളിച്ച് ചോദിച്ചു ഇയാളോട്, ഇങ്ങനെ സക്കരിയ സലായി മുജാഹിദ് ബാലുശ്ശേരി പറയണ്ടല്ലോ, നിങ്ങളെ ജാമ്യന്ന് പുറത്താക്കിയിട്ട് അബ്ദുറഹ്മാൻ സലഫിനെ പറ്റി നിങ്ങൾ പലരോടും പരാതി. ഏയ് മോനെ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, അവര് കളവ് പറയാണ്. പറഞ്ഞവരിവിടെ ഉണ്ട് മദനി. ഇതൊന്നും മായിക്കൊല്ലതൊക്കെ രേഖയുള്ള സംഗതികളാ. അപ്പോ ആ മദനി പറയാണ് പല്ലടിച്ചു ചോദിക്കുന്ന ന്യായീകരിക്കുക. എന്നിട്ട് പോരാൻ നേരത്ത് സലീം ചാലിയം എന്ന് പറയുന്ന മുതലാളി വാതിലടച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, എന്തിനാ സലീം ചാലിയം KJUവിന്റെ ബുക്ക് ചർച്ച ചെയ്യുന്നിടത്ത്? അയാൾ പണ്ഡിതനാ, ജംഇയ്യത്തുൽ ഉലമ മെമ്പറാ? എന്നിട്ട് പല്ലടിച്ചു ചോദിക്കുന്നു പറയല്ലേ, ഭീഷണിപ്പെടുത്തൊക്കെ സംസ്ഥാന സെക്രട്ടറിക്ക് തരുന്നതാ. എവിടെ എത്തിങ്ങളെ ഗുണ്ടായിസം? അപ്പൊ സംഘടനയും അധികാരവും കയ്യിലുണ്ടെങ്കിൽ ആരെയും ഭീഷണിപ്പെടുത്താന്നാണ് നിങ്ങളെ വിചാരം? ആ കാലം കഴിഞ്ഞു പോയി നിങ്ങൾ വിചാരിച്ചാ മതി. കേരള ജംഇയ്യത്തുൽ ഉലമയും കേരള നദ്വത്തുൽ മുജാഹിദീനും പരിപാവനമായ സംഘടനയാണ്. ആ പരിപാവനമായ സംഘടനയെ മറുപിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സക്കരിയ സലാഹിക്ക് മറുപടി പറയാൻ എന്റെ ശിഷ്യന്മാര് മദീനാണ് എന്ന് കൽപ്പിച്ചു കൊടുക്ക. ഇനി ഒരു സക്കരിയ സലാഹിക്ക് വേണ്ടി എത്ര ആൾക്കാരാ? സക്കരിയ സലാഹിക്ക് വേണ്ടിയല്ല ഞങ്ങളാരും പ്രസംഗിക്കുന്നത്. അയാളെ എതിർക്കാൻ എന്റെ ശിഷ്യന്മാരുടെ ശിഷ്യൻ മതി അയാളുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ. എന്റെ ശിഷ്യന്മാരാണ് ഇന്ന് ജാമിയ നദവിയയിൽ പഠിപ്പിക്കുന്ന പല അധ്യാപകരും. അവര് പഠിപ്പിച്ച അവരുടെ വിദ്യാർത്ഥികൾ മതി ഈ വാദത്തെ ഗണ്ണിക്കാൻ, വളരെ കൃത്യമായി ഗണ്ണിക്കാൻ. അവരോട് സംവാദം നടത്താൻ അദ്ദേഹം തയ്യാറാണെങ്കിൽ അവർ തന്നെ അതിന് മുന്നിട്ടിറങ്ങും. അതല്ലാതെ ഇതിന് TP വരണ്ട, ഇതിന് AP വേണ്ട, ഇതിന് മദനി വേണ്ട, ഇതിന് ഹംസബാക്കബി വേണ്ട, ഇതിന് ഇവിടെ ഇരിക്കുന്ന ഈ പണ്ഡിതന്മാരാരും ഇതിന് വേണ്ട, ഞാനും കൂടി വേണ്ട. ഞാനും അവന്റെ അധ്യാപകനാണല്ലോ, ഞാനും വേണ്ട ഇതിന്. അവനെപ്പോലെ ഞാൻ പഠിപ്പിച്ച എന്റെ വിദ്യാർത്ഥികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ കുട്ടികൾ മതി. എന്നിട്ട് എന്താ കാണാത്തത്? ഒറ്റൊന്നിനെയും കാണില്ലല്ലോ. അടുത്ത മറുപടിക്ക് ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കും 9-ാം തീയതി. ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ മറുപടി പറയട്ടെ. എവിടേക്ക് നിങ്ങൾ വന്നതിപ്പോ? എന്താ ഈ മൂവർ സാമ്പം ഇങ്ങനെ പായുന്നത്? വേറെ ആരും ഇല്ലേ? നിങ്ങൾ കുറച്ച് പായേണ്ടി വരും. നിങ്ങൾ കാണട്ടെ, ഇവിടെ കൊണ്ടുവരും. ഒരു ചോദ്യത്തിന് 1 മണിക്കൂർ മറുപടി, ഒരു ചോദ്യത്തിന് 1 മണിക്കൂർ 35 മിനിറ്റ് മറുപടി മംഗലാപുരത്ത്, ഒരു ചോദ്യത്തിന് 1/2 മണിക്കൂർ മറുപടി. പൂനൂരിൽ ശിഷ്യന്മാര് MSMലൊക്കെ അപ്പൊ കുപ്പായിട്ട് നിൽക്കണേ, അടുവെക്കാൻ പറ്റി. ഇപ്പൊ വരും ചേച്ചി കുപ്പായിട്ടൊക്കെ ഉണ്ടായിരുന്നല്ല കൂടെ. എന്റെ പൂനൂരിൽ ആ കുട്ടികൾക്കൊന്നും മൈക്ക് കൊടുക്കാഞ്ഞത്? കുട്ടികൾക്ക് കളവ് പറയാൻ ട്രെയിനിങ് വേണ്ടത്ര കിട്ടിയിട്ടില്ല, ശരിയായി വരുന്നുള്ളൂ. അപ്പൊ അബ്ദുറഹ്മാൻ സലഫി എന്നെ പറഞ്ഞു,
മഞ്ചേരി എന്നല്ല നിങ്ങൾ തുടങ്ങേണ്ടതെന്നാല് ശിഷ്യന്മാര് അന്ന് അത്രയും സ്ഥലത്തൂടെ വരാനേ പാടില്ല. ആര് AP TP ഒന്നും വരാൻ പാടില്ല. എനിക്ക് മറുപടി ശിഷ്യന്മാര് ഇവിടെ ഉണ്ടാവുമ്പോ എന്നിട്ട് ആരെങ്കിലും ഫോൺ ചെയ്യല്ല സെൽഫി നിങ്ങളവിടെ കാണുന്നില്ലല്ലോ, ഞാൻ സമ്മേളനത്തിന്റെ തിരക്കിലല്ലേ. ഓന് മറുപടി ശിഷ്യന്മാര് ഓനെ ഏൽപ്പിച്ചത്. എന്നിട്ട് അവിടെ പോയി കണ്ണും കെട്ടി കരയാൻ നിൽക്കണ്ടിന്നോ? ഈ ശിഷ്യന്മാര് പോകേണ്ടടുത്ത് ഏതായാലും ഇനിയുള്ള പരിപാടിയിലെങ്കിലും നമുക്ക് നോക്കാം.